എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ തന്ന റെസ്പോൺസ് അല്ലെങ്കിൽ ഇതുവരെ തന്ന സപ്പോർട്ട് ഒരുപാട് നന്ദി. ഞാൻ വീണ്ടും നിങ്ങളെ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ്. അതായത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നതും അതുപോലെ തന്നെ ആ സെയിം കമ്മ്യൂണിറ്റിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഷെയർ ചെയ്ത ഒരു അനദർ ചാനലിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. സോ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് വീഡിയോ എല്ലാവരും നല്ലപോലെ പ്രെയർ ചെയ്തു എന്നുള്ളത് മനസ്സിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളുടെ നിത്യജീവിതം എല്ലാ നല്ല കാര്യങ്ങളും, അതായത് നല്ലതും ഉണ്ടാവും അല്ലെങ്കിൽ മോശമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. പക്ഷേ നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ അതിൽ ഡെസ്പാവാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിൽ നിന്നും ഫൈറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് വരണം. അതിനായിട്ടാണ് നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുന്നത്. ദേവീ ശക്തി അല്ലെങ്കിൽ വാരാഹി ദേവിയുടെ മന്ത്രം ജപിക്കുന്നത് വഴി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ പോലും തരണം ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ദേവീ മന്ത്രം സന്ധ്യാനേരത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള സമയം ഏതാണോ ആ ഒരു സമയം നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ട് ആ ഒരു സമയം നിങ്ങൾ മാക്സിമം ദേവിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഉറപ്പായിട്ടും നടക്കുന്നേ. അതത്രയും വിശ്വസിച്ച് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അത്രയും വിചാരിച്ചിരുന്ന കാര്യം എനിക്ക് സാധിച്ചു. അപ്പോൾ ഇനിയും ആ ഒരു വിജയത്തിൽ നിന്നും കുറച്ചും കൂടെ എനിക്ക് അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഇതിനകത്ത് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ വാരാഹി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചാനലാണ്, എൻ്റെ ഫേവറേറ്റ് ചാനലാണ്. പക്ഷേ എന്നാലും എനിക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണം. അതിൻ്റെ ഒരു 2-3 സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റിൽ അതിനും വെയിറ്റിംഗ് ആണ്. അപ്പം എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് ഒരു വീഡിയോ ഇടാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ എത്തിയത്? എനിക്ക് എൻ്റെ എഫേർട്ട് മാത്രമല്ല, അതിൽ ഒരുപാട് എന്താ പറയുക, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ആ ഒരു ശക്തി അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു ബാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു മോശമായ ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി ഒരു നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ നമുക്ക് എവിടെയെങ്കിലുമായിട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചവിട്ടുപടിയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നമ്മൾ അവിടെ തളരാൻ പാടില്ല. നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ആ ഒരു സംഭവം സംഭവിച്ചത് നമുക്കൊരു നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കുക. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും. അങ്ങനെ എനിക്കുണ്ടായിരുന്നു അനുഭവങ്ങൾ. നമ്മളെല്ലാം ചെയ്തു കൊടുക്കും അവർക്ക്. അവർ പാവമല്ലേ, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്രയും ഡൗൺ ആവാൻ പാടില്ല ഒരാളുടെ മുമ്പിലും. ഓക്കെ, അതിന് നമുക്ക് തിരിച്ച് കിട്ടുന്ന റെസ്പോണ്ട് അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന റിപ്ലൈ എന്ന് പറയുന്നത് ചിലപ്പം ഒരു പെയിൻഫുൾ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കും. അങ്ങനെ ഒരാൾക്കും സംഭവിക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഉള്ളവർക്ക് കൊടുക്കാതെ ഇല്ലാത്തവർക്ക് കൊടുക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കില്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടേത് ആഗ്രഹിക്കരുത്. നമുക്കുണ്ടാകും, എപ്പോഴെങ്കിലും ആയിട്ടും ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക, അതുപോലെ പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അത് ശരിക്കും ശരിയാണ്. നമ്മളിപ്പോൾ എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇപ്പം ഉള്ളവരാണെങ്കിൽ പോലും നമ്മൾ അവർക്ക് അറിഞ്ഞും കൊണ്ട് കൊടുക്കാൻ പാടില്ല. കാര്യം എന്താണ്? അവർക്കെല്ലാം ഉണ്ട്. നമ്മളെന്തിനാണ് കൊടുക്കേണ്ട കാര്യം? അതിൻ്റെ ആവശ്യമില്ല. അതേസമയം ഇല്ലാത്തവർക്കാണെങ്കിലോ നമ്മൾ കൊടുക്കണം. പക്ഷെ അങ്ങനെ എല്ലാവരെയും നമ്മൾ അങ്ങനെ കാണും. ചിലപ്പോൾ അവർ പരിശ്രമിക്കാത്തത് കൊണ്ടായിരിക്കും അവർക്ക് ഇല്ലായ്മ വന്നത്, അല്ലേ?
അപ്പോൾ നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ എപ്പോഴും പരിശ്രമിക്കുക, അല്ലെങ്കിൽ ലൈക്ക് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു എന്തായാലും അവർക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഒരു മന്ത്രജപം എന്ന് പറയുന്നത് 108 തവണയാണ് നിങ്ങൾ ജപിക്കേണ്ടത്. ഓം നമോ വരാഹവദനായേ നമഃ. ഈ ഒരു ജപം നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള സമയം എപ്പോഴാണോ ആ ഒരു സമയം ചൂസ് ചെയ്യുക, പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാൻ ഒന്നുകൂടി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ചാനൽ, എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, ആ ഒരു ചാനലും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ആ ഒരു ചാനൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചാനലാണ്. അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കൊരാഗ്രഹം, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു കാര്യം സാധിച്ചു, അതിൻ്റെ ഫർദർ പ്രോസസ്സിങ്ങിലേക്കാണ്. അപ്പോൾ ഇനി ലൈക്ക് കുറച്ചും കൂടെ ആ ഒരു ചാനൽ വളർന്നു വരുന്ന ടൈമിൽ എൻ്റെ മക്കൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എത്തുമായിരിക്കും. അപ്പോൾ അതുവരെയും അവർക്ക് ആ ഒരു ചാനൽ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും ആവശ്യമാണ്. സോ അതുകൊണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം, അതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമോ വരാഹവദനായേ നമഃ. ഓം 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 നമോ
വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ. ഓം നമോ വരാഹവദനായ നമഃ.
ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹവദനായേ നമഃ. ഓം നമോ വരാഹ